എല്ലാവർക്കും നമസ്കാരം. 2025 ഫെബ്രുവരി മാസം 11 ചൊവ്വാഴ്ച തൈപ്പൂയമാണ്. അസുര നിഗ്രഹത്തിനു വേണ്ടിയും ദേവന്മാരെ രക്ഷിക്കുന്നതിനു വേണ്ടിയിട്ടുമാണ് സുബ്രഹ്മണ്യ ഭഗവാൻ ജനിച്ചത് തന്നെ. താരകാസുരൻ, ശൂരപത്മാസുരൻ എന്നിവരെ നിഗ്രഹിച്ച് ദേവന്മാരെ രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഭഗവാൻ അവതരിച്ചത്. യുദ്ധത്തിന് പോകുന്ന സമയത്തിന് മുൻപ് അല്ലെങ്കിൽ യുദ്ധത്തിന് പോകുന്ന സമയത്ത് അമ്മ പാർവതീദേവി വേൽ എന്ന ആയുധം നൽകി അനുഗ്രഹിച്ച ദിവസമാണ് തൈപ്പൂയം. ശത്രുക്കളുടെ മേൽ വിജയം കൈവരിക്കുന്നതിൻ്റെ മുന്നോടിയായിട്ടാണ് ഈ ദിവസം നമ്മൾ ആഘോഷിക്കുന്നത്. ഇത്തവണ സുബ്രഹ്മണ്യ ഭഗവാന് വളരെ വിശേഷപ്പെട്ട ദിവസമായ ചൊവ്വാഴ്ചയും തൈപ്പൂയവും ഒരുമിച്ചാണ് വരുന്നത്. ജീവിതത്തിൽ വളരെയധികം കഷ്ടപ്പാടുകളും വിഷമതകളും അനുഭവിക്കുന്നവർ, ചൊവ്വാദോഷം മൂലം വിവാഹം വൈകുന്നവർ, സന്താനങ്ങളില്ലാത്തവർ, സന്താനങ്ങൾ ഉണ്ടായിട്ടും അവരെക്കൊണ്ട് വിഷമതകൾ അനുഭവിക്കുന്നവർ, ജോലി ലഭിക്കുന്നതിന് കഷ്ടപ്പെടുന്നവർ, സമ്പത്ത് ഇല്ലാതെ വിഷമിക്കുന്നവർ, ഇവർക്കൊക്കെ തന്നെയും ഈ വ്രതമെടുക്കുന്നതിലൂടെയും സുബ്രഹ്മണ്യ ഭഗവാനെ പ്രാർത്ഥിക്കുന്നതിലൂടെയും നമുക്ക് നമ്മുടെ ആഗ്രഹങ്ങളെ നേടിയെടുക്കാവുന്നതാണ്. ഷഷ്ഠി വ്രതം പോലെ തന്നെ അതിശ്രേഷ്ഠമാണ് തൈപ്പൂയ വ്രതവും. ഈ വ്രതം 6 ദിവസം നോൽക്കുന്നവരുമുണ്ട്, 3 ദിവസം നോൽക്കുന്നവരുമുണ്ട്, 1 ദിവസം നോൽക്കുന്നവരുമുണ്ട്. ഇതിൽ 1 ദിവസം വ്രതമെടുക്കുന്ന കാര്യമാണ് ഇവിടെ പറയുന്നത്. ജീവിതത്തിൽ വളരെയധികം കഷ്ടതകൾ അനുഭവിക്കുന്നവർക്ക് ഉത്തമ സമയമാണ്. അല്ലെങ്കിൽ ഈ വ്രതത്തിലൂടെയും പ്രാർത്ഥനയിലൂടെയും നമ്മൾക്ക് നമ്മളുടെ വിഷമതകളെല്ലാം തന്നെ മാറ്റിയെടുക്കുവാൻ സാധിക്കുന്നതാണ്. കാരണം മഹാജ്യോതിഷിയും ദേവസേനാധിപനും ആയ ഭഗവാന് നമ്മളുടെ വിധി തന്നെ മാറ്റിത്തരുവാൻ സാധിക്കുന്നതാണ്. വ്രതമെടുക്കുന്നവർ തലേ ദിവസം മുതൽ തന്നെ വ്രതം തുടങ്ങണം. തലേ ദിവസം മത്സ്യമാംസാദികളൊന്നും തന്നെ ഉപയോഗിക്കാനോ വീട്ടിൽ വയ്ക്കാനോ സാധിക്കുന്നതല്ല. സസ്യാഹാരം മാത്രമേ കഴിക്കാവൂ. ഒരു നേരത്തെ അരിയാഹാരം കഴിക്കാവുന്നതാണ് തലേന്ന്. തൈപ്പൂയ ദിവസം പൂർണ്ണമായി ഉപവസിക്കണമെന്നാണ്. അതിന് പറ്റാത്തവർക്ക് അരിയാഹാരം അല്ലാത്ത കരിക്ക്, പഴവർഗ്ഗങ്ങൾ ഒക്കെ കഴിച്ച് വ്രതമെടുക്കാവുന്നതാണ്. തലേന്ന് അതിരാവിലെ കുളിച്ച് സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ ദർശനം നടത്തി, അല്ലെങ്കിൽ അതിരാവിലെ കുളിച്ച് വീട്ടിൽ വിളക്ക് വെച്ച് സുബ്രഹ്മണ്യ പ്രാർത്ഥനകൾ നടത്തിയ ശേഷം അമ്പലത്തിൽ പോകാൻ സാധിക്കുന്നവർക്ക് അങ്ങനെ പോകാവുന്നതാണ്. അല്ലാത്തവർക്ക് വീട്ടിലിരുന്ന് പ്രാർത്ഥിക്കാവുന്നതാണ്. ഒരു നേരം അരിഭക്ഷണം കഴിക്കുമ്പോൾ പുളിയുള്ള ഭക്ഷണം കഴിക്കാതിരിക്കുന്നതാണ് നല്ലത്. അരി ഭക്ഷണം ഒഴിവാക്കണമെന്നുള്ളവർക്ക് ഒഴിവാക്കാവുന്നതാണ്. പഴങ്ങൾ കഴിക്കാവുന്നതാണ്. അരി, ഉഴുന്ന്, പപ്പടം ഇവ കഴിക്കുവാൻ പാടില്ല. ഏത്തപ്പഴം കഴിക്കാനും പാടുള്ളതല്ല. കാരണം ഏത്തപ്പഴം ഒരു സമ്പൂർണ്ണ ആഹാരമാണ്. വളരെ കുറച്ച് ഭക്ഷണമാണ് ഈ വ്രതമെടുക്കുന്ന സമയത്ത് നമ്മൾ കഴിക്കേണ്ടത്. മറ്റുള്ള പഴങ്ങളൊക്കെ കഴിക്കാവുന്നതാണ്. ഏത്തപ്പഴം ഒഴിച്ച് ബാക്കിയുള്ള പഴങ്ങൾ കഴിക്കാവുന്നതാണ്. വ്രതമെടുക്കാൻ സാധിക്കാത്തവർക്ക്, ക്ഷേത്ര ദർശനം സാധിക്കാത്തവർക്കും പ്രത്യേകിച്ചും പ്രാർത്ഥനകളിലൂടെ നമ്മളുടെ ആഗ്രഹങ്ങൾ നേടാവുന്നതാണ്. ഭക്തിയാണ് ഏറ്റവും പ്രധാനം. പ്രത്യേകിച്ചും ഉത്തരായന കാലത്തെ ഈശ്വര ഭജനം വളരെ വേഗത്തിൽ കാര്യം സാധിക്കുന്നതിന് ഉത്തമമാണ്. ഇപ്പോൾ ഉത്തരായന കാലമാണല്ലോ. അതുകൊണ്ട് തന്നെ അമ്പലത്തിൽ പോയില്ല, അല്ലെങ്കിൽ പോകാൻ പറ്റിയില്ല എന്നുള്ളവർക്ക് വിഷമമൊന്നും വേണ്ട. വീട്ടിലിരുന്ന് സുബ്രഹ്മണ്യ ഭഗവാനെ ഭക്തിയോടെ പ്രാർത്ഥിക്കാവുന്നതാണ്. വ്രതസമയങ്ങളിലെല്ലാം തന്നെ പറ്റുന്നതുപോലെ ഓം വജദ്ഭുവേ നമ എന്ന മന്ത്രം ജപിക്കുന്നതും ഓം ശരവണഭവ എന്ന മന്ത്രം ജപിക്കുന്നതും വളരെ നല്ലതാണ്. ഇത് എണ്ണം നോക്കാതെ തന്നെ നമ്മൾക്ക് പറ്റാവുന്ന അത്രയും പ്രാവശ്യം ജപിക്കുന്നത് വളരെ നല്ലതാണ്. വ്രതമെടുക്കുന്നവർ അമ്പലത്തിൽ പോകുമ്പോൾ അന്ന് തീർത്ഥം സേവിക്കേണ്ട കാര്യമില്ല. ഭസ്മം ധരിക്കാവുന്നതാണ്. പിറ്റേന്ന് വ്രതം മുറിച്ച ശേഷം മുറിക്കുന്നത് വരെയും നമ്മൾ അമ്പലത്തിൽ നിന്ന് കിട്ടുന്ന ഭക്ഷണം കഴിക്കണമെന്നില്ല. പിറ്റേന്ന് അമ്പലത്തിൽ പോയി തീർത്ഥം സേവിച്ച് വ്രതം മുറിക്കാവുന്നതാണ്. ഈ ഒരു ദിവസത്തെ വ്രതം പോലെ തന്നെ പൂയം നക്ഷത്രത്തിൽ മാത്രം വ്രതമെടുക്കുന്നവരുണ്ട്. അവരാണെങ്കിൽ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, പൂയം നക്ഷത്രം തുടങ്ങുന്നത് ഫെബ്രുവരി 10 വൈകുന്നേരം 6:01 മുതൽ ഫെബ്രുവരി 11 സന്ധ്യയ്ക്ക് 6:31 വരെയാണ് പൂയം നക്ഷത്രം ഉള്ളത്. അവർക്ക് ആ സമയങ്ങളിൽ മാത്രം വ്രതമനുഷ്ഠിക്കാവുന്നതാണ്. സസ്യാഹാരം മാത്രം കഴിച്ച് ഭഗവാനെ പ്രാർത്ഥിക്കാവുന്നതാണ്. സന്താനങ്ങളില്ലാതെ വിഷമിക്കുന്നവർ
ദമ്പതിമാർ ഒരുമിച്ച് ഈ വ്രതമെടുത്ത് പ്രാർത്ഥിക്കുന്നത് സന്താനഭാഗ്യം ഉണ്ടാകുന്നതിന് കാരണമാണ്. സന്താനങ്ങൾക്ക് അഭിവൃദ്ധിയും ശത്രുദോഷ ശമനവും മുജ്ജന്മ ദോഷശാന്തിയും വിവാഹഭാഗ്യവും പ്രണയ സാഫല്യവും തുടങ്ങിയവയെല്ലാം തന്നെ തൈപ്പൂയ വ്രതാനുഷ്ഠാനത്തിൻ്റെ ഫലമായി നമുക്ക് ലഭിക്കുന്നതാണ്. ചൊവ്വാദോഷം കാരണം മംഗല്യഭാഗ്യം ലഭിക്കാത്തവർക്ക് മകരത്തിലെ തൈപ്പൂയം മുതൽ എല്ലാ മാസവും പൂയൻ നക്ഷത്ര ദിവസം മുതൽ ഒരു വർഷത്തെ വ്രതം അനുഷ്ഠിച്ചാൽ മംഗല്യഭാഗ്യം കൈവരുന്നതാണ്. ഞാനിന്നിവിടെ പറയുന്നത് ശരവണഭവ സ്തോത്രമാണ്. ശരവണഭവ സ്തോത്രം. ശക്തിസ്വരൂപായ ശരോദ്ഭവായ ശക്രാർച്ചിതായാധ ശരീസ്തുതായ ശമായ ശംഭുപ്രണവാർദ്ധതായ ശകാരരൂപായ നമോ ഗുഹായ രണന്മണിപ്രോജ്വലമേഖലായ രമാസനാഥ പ്രണവാർദ്ധതായ രതീശപൂജ്യായ രവിപ്രഭായ രകാരരൂപായ നമോ ഗുഹായ വരായ വർണ്ണാശ്രമരക്ഷകായ വരത്രിശൂലാഭയമണ്ഡിതായ വലാരികന്യാ സുഹൃതാലയായ വകാരരൂപായ നമോ ഗുഹായ നാഗേന്ദ്രകന്യേശ്വരതത്വദായ നാഗാധിരൂഢായ നാഗാർച്ചിതായ നാഗാസുരഘ്നായ നാഗാലയായ നകാരരൂപായ നമോ ഗുഹായ ഭവായ ഭർഗായ ഭവാത്മജായ ഭസ്മായ മാനാദ്ഭുതവിഗ്രഹായ ഭക്തേഷ്ടകാമ പ്രദകൽപകായ ഭകാരരൂപായ നമോ ഗുഹായ വല്ലീബലാരാധി സുധാർച്ചിതായ പരാംഗരാഗാഞ്ചിതവിഗ്രഹായ വല്ലീകരാംബോരുഹമർദിതായ വകാരരൂപായ നമോ ഗുഹായ മറ്റൊരു സ്തോത്രവും കൂടി പറയാം. സ്കന്ദസ്തോത്രം. ഷൺമുഖം പാർവതീപുത്രം ക്രൗഞ്ചശൈലവിമർദനം ദേവസേനാപതിം ദേവം സ്കന്ദം വന്ദേ ശിവാത്മജം താരകാസുരഹന്താരം മയൂരാസനസംസ്ഥിതം ശക്തിപാണിം ച ദേവേശം സ്കന്ദം വന്ദേ ശിവാത്മജം വിശ്വേശ്വരപ്രിയം ദേവം വിശ്വേശ്വരതനൂദ്ഭവം കാമുകം കാമദം കാന്തം സ്കന്ദം വന്ദേ ശിവാത്മജം കുമാരം മുനിശാർദൂലം മാനസാനന്ദഗോചരം വല്ലീകാന്തം ജഗദ്യോനിം സ്കന്ദം വന്ദേ ശിവാത്മജം പ്രളയസ്ഥിതികർത്താരം ആദികർത്താരമീശ്വരം ഭക്തപ്രിയം മതോന്മത്തം സ്കന്ദം വന്ദേ ശിവാത്മജം വിശാഖം സർവഭൂതാനാം സ്വാമിനം കൃത്തികാസുതം സദാബലം ജഡാധാരം സ്കന്ദം വന്ദേ ശിവാത്മജം സ്കന്ദഷ്ടകസ്തോത്രമിദം യഃ പഠേത് ശൃണുയാന്നരാ വാഞ്ചിതാം ലഭതേ സദ്യശ്ചാന്ദേ സ്കന്ദപുരം വ്രജേത്.